ശബരീശന്റെ പൂങ്കാവനം പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ തുടരുമ്പോഴും ഈ തീർത്ഥാടന കാലയളവിൽ വേണ്ടത്ര അത് ഫലപ്രദമാകുന്നില്ല. ഭക്തർ ഇരുമുടിയിൽ കൊണ്ടുവരുന്ന പൂജാദ്രവ്യങ്ങൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നതാണ് സന്നിധാനത്ത് പ്ലാസ്റ്റിക് വ്യാപകമാകുന്നതിന് കാരണം. സന്നിധാനം പവിത്രതയോടെ സംരക്ഷിക്കേണ്ടത് ഓരോ അയ്യപ്പ ഭക്തരുടെയും കടമയാണെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് പറയുന്നു. ഇവിടെ വരുന്ന ഭക്തജനങ്ങളെ വ്രതശുദ്ധിയോടുകൂടിയാണ് വരാൻ. ശുദ്ധി മാത്രം പോരാ, വൃത്തിയും പാലിക്കേണ്ടതാണ്. ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല. ഇവിടെ മാലിന്യപ്പെടുത്താതിരിക്കാൻ ഓരോ ഭക്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ കടമയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം. ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്, പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരുമുടിക്കെട്ടിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി വേണം ഇരുമുടി നിറച്ച് ഭക്തിപൂർവ്വം ശ്രദ്ധപൂർവ്വം ഇവിടെ എത്താം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർ ഇരുമുടിക്കെട്ടിൽ അടക്കം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന തന്ത്രിയുടെ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് സന്നിധാനത്തേക്ക് പ്രതിദിനം എത്തുന്നത് ടൺ കണക്കിന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ്. കാനന ക്ഷേത്രമായ ശബരിമലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് മനുഷ്യന് മാത്രമല്ല, പ്രകൃതിക്കും പക്ഷിമൃഗാദികൾക്കും ഒരുപോലെ ദോഷമാണെന്ന് കണ്ടെത്തിയതോടെയാണ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് എത്തുന്ന ചന്ദനത്തിരി, കർപ്പൂരം, കുരുമുളക് തുടങ്ങിയ പൂജാ സാധനങ്ങളും കുടിവെള്ളം അടക്കം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് തന്ത്രി നിർദ്ദേശിച്ചത്. ഇതേ തുടർന്ന് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തും ഇതര സംസ്ഥാനങ്ങളിലും അടക്കം വ്യാപകമായ ബോധവൽക്കരണവും നടത്തിയിരുന്നു. എന്നാൽ മണ്ഡലകാല ആരംഭം മുതൽ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരിൽ ബഹുഭൂരിപക്ഷവും ഇരുമുടിക്കെട്ടിലും അല്ലാതെയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത് ഒഴിവാക്കാൻ തയ്യാറായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് സന്നിധാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. 20 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരെ സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് സന്നിധാനം പാണ്ടിത്താവളത്തിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിദിനം 22 മണിക്കൂർ സമയം പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാനാവും. എന്നാൽ ഇതിൻ്റെ ഇരട്ടിയോളം വരുന്ന മാലിന്യങ്ങളാണ് മുൻവർഷങ്ങളിലടക്കം സന്നിധാനത്ത് കുമിഞ്ഞുകൂടിയത്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്താണ് ഇക്കുറി ഇരുമുടിക്കെട്ടിൽ നിന്നും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശം ഭക്തർക്കടക്കം നൽകിയത്. നിയന്ത്രണാതീതമായ തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് വരും കാലങ്ങളിൽ ശബരിമലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാവുന്ന ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാം.